ബാംഗ്ലൂരിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ശരിക്കും ഒരു വീക്കെൻഡിലോട്ട് നമ്മൾ ചെന്ന് അതിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ്. ശരിക്കും വളരെ ടയേർഡായിട്ടായിരിക്കും നമ്മൾ ഒരു ബാംഗ്ലൂരിൽ ജീവിക്കുന്ന എല്ലാവരും ഒരു ഫ്രൈഡേ ഒക്കെ ആ നേരത്തെ ഒത്തിരി കുറച്ചുകൂടി ഒരു എൻജോയ്മെൻറ്റ് ലഭിച്ചിരുന്നെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളാണ് ശരിക്കും. ഞാൻ ഒത്തിരി ആളുകളെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ ശരിക്കും അപ്പോൾ ഞാനൊരിക്കൽ ഒരു ബ്രൂഡ് ബിയർ കഴിക്കാനായിട്ട് ഞാൻ എത്തിയൊരു സ്ഥലമാണ്. ശരിക്കും ഈ ഒരു ബ്രൂഡ് ബിയറൊക്കെ ശരിക്കും ഞാൻ അർജൻറ്റീനയിലൊക്കെ ആയിരുന്നപ്പോൾ സാധാരണയായിട്ട് കിട്ടുന്നതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ബ്രൂഡ് ബിയർ ബ്രൂവറീസ് ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ അത് ഒന്ന് ആസ്വദിക്കുക അല്ലെങ്കിൽ ഒന്ന് എൻജോയ് ചെയ്യുക എന്നുള്ള രീതിയിൽ പോയതാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ജർമ്മൻ ബിയറുകളൊക്കെ ഉണ്ട്, ക്രാഫ്റ്റഡ്. അതുപോലെ തന്നെ ഈപ്പ എന്നൊക്കെ പറയുന്ന ഒരു ബിയറുണ്ട്, കുറച്ചൊരു കയ്പായിട്ടുള്ള പക്ഷേ അതിൻ്റെ ഒരു രുചി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആരോമ അതൊരു വ്യത്യസ്തമാണ്. ആ ഒരു രുചി നമ്മൾ ടേസ്റ്റ് ചെയ്യണം. ഹണി ബിയർ അങ്ങനെ ഒത്തിരി. അപ്പോൾ ഇത്തരം ബ്രൂവറീസ് കണ്ടമാനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിദേശ രാഷ്ട്രങ്ങളിലാണ് ഇങ്ങനെ ഈ ഒരു ബ്രൂവറി അങ്ങനെയുള്ള സംഭവങ്ങൾ, ബ്രൂഡ് ബിയറൊക്കെ കാണുന്നത്. അപ്പോൾ ശരിക്കും ബാംഗ്ലൂർ നമുക്ക് അതെല്ലാം തരുന്ന ഒരു നഗരമാണ്. നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് അൺവൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലങ്ങൾ. വൺസെങ്കിലും ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അവിടെ നല്ലൊരു ആംബിയൻസ് ആണ്. അവിടെ റിലാക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒത്തിരി നല്ല അനുഭവം തന്നെയായിരുന്നു അത്. ശരിക്കും സ്നാക്സ് പോലുള്ള ഫുഡുകൾ, അതിന് ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രൂഡ് ബിയേഴ്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങളവിടെ ഒന്ന് പോകണമെങ്കിൽ നിങ്ങളതിലൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ സ്റ്റൗട്ട് ബിയർ അങ്ങനെ ഒത്തിരി പലതരം നമുക്ക് യൂറോപ്പിലൊക്കെ കണ്ടുവരുന്ന ഒട്ടുമിക്ക ആ ഒരു ഫ്ലേവറുള്ള ബിയറുകൾ, അതിൻ്റെ ഒരു രുചി, അതിൻ്റെ ഒരു ആരോമ അതൊക്കെ ഒരു വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഒത്തിരി ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു IT മേഖലകളിലൊക്കെ തന്നെ ഒത്തിരി ആളുകൾ അവിടെ വന്നിരിക്കാറുണ്ട്. ഒരു ഗ്ലാസ് ബിയറൊക്കെ ഇട്ടിരുന്ന് അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരവിടെ എന്താ പറയുക, ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലങ്ങളിലൊന്നായിട്ട് എനിക്ക് തോന്നുന്നത്. ബാംഗ്ലൂർ വന്നവർ ഇത്തരം കാഴ്ചകളൊക്കെ ഒന്ന് വന്ന് കാണുക. അതുപോലെ തന്നെ ലൈഫിലുള്ള ചെറിയ നല്ല മൊമെൻറ്റ്സൊക്കെ നിങ്ങൾ കുറച്ച് കൂടി ഒന്ന് എൻജോയ്മെൻറ്റ് ആക്കുക എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ഇത് ബിയർ ലൈബ്രറിയാണ്. വീണ്ടും കാണുമ്പോൾ ബൈ.